നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമെത്തി. അവർ പറഞ്ഞ റൂം നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ നമ്മളെത്തി. ഹോട്ടൽ ഇംപ്രസ്, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. ഞാനും ആൻ്റണി ചേട്ടനാണ്. ഇതാണ് റൂം. നല്ല കുഴപ്പമില്ല, നല്ല റൂമാണ്. ഇതാ സെറ്റപ്പ്. ബാഗ് ഞങ്ങൾ ബാഗൊക്കെ വെച്ച് എല്ലാം വെച്ചതാ. നല്ല ബാത്റൂമൊക്കെ നല്ല ക്ലീൻഡ്. ഹോട്ട് വാട്ടർ ഉണ്ട്, കൂൾ വാട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഫ്രഷ് ആയിട്ട് ആൻ്റണി ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം. ഇന്ന് അവിടെ ഹൽദിയാണ്, ഒരു ഹൽദി ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ മാരേജ് ആൻ്റണി ചേട്ടൻ്റെ സിസ്റ്റർ സണ്ണിൻ്റെ മാരേജാണ്. അവർ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുക. അപ്പം CPW ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഹൽദി ഫംഗ്ഷൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ചു വരാം. 10 മിനിറ്റ് നമ്മളിതാ കല്യാണത്തിന് വന്ന് ആൻ്റണി ചേട്ടൻ കൂടെ ഒക്കെ ഉണ്ട്. ഹായ് ആൻ്റണി ചേട്ടാ. ഹായ്. ആൻ്റണി ചേട്ടൻ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാം ബുക്ക് ചെയ്ത് നമ്മൾ എല്ലാവരും റെഡി ആയിരുന്നു. ആൻ്റണി ചേട്ടൻ ഫുള്ള് ബിസിയാണ് മാരേജിൻ്റെ ഇതിൽ. ഇതാണ് ഹോട്ടൽ. ഇംപ്രസ് എന്ന ഹോട്ടലാണ് ഡൽഹിയിൽ. ലോക്ക്ഡൗൺ ആണ്, അത്ര വാഹനം പോകുന്നൊന്നുമില്ല. എന്നാലും അത്യാവശ്യ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. മാരേജ് ഓൾറെഡി ഇത് നമ്മൾ അവിടെ ഇൻഫോം ചെയ്തതിനെ കൊണ്ട് ഇതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. താമസിക്കുന്ന ഡൽഹിയിലെ ഹോട്ടൽ ഇതാണ് സംഭവം. ഞാൻ കാണിച്ചു തന്നെ പുറത്തുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഏകദേശം ട്രാഫിക് ഉണ്ട് ഇവിടെ. വണ്ടിയൊന്നും അങ്ങനെ ഓടുന്നില്ല, കുറച്ചൊക്കെ വണ്ടി ഓടുന്നുള്ളൂ. കണ്ടോ. ഇപ്പം നമ്മൾ ആൻ്റണി ചേട്ടൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ ഒരു ട്രഡീഷണൽ ഫംഗ്ഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി വണ്ടി വരും, വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
ഹൽദി ഫംഗ്ഷനൊക്കെ എല്ലാവരും കണ്ടില്ലേ, നല്ല രസമാണ്. ഒരു ചെറിയ വീട്, അത് ഞാൻ പിന്നെ പറഞ്ഞില്ലായിരുന്നു, അവിടെ ഒരു ക്വാർട്ടേഴ്സാണ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ക്വാർട്ടേഴ്സാണ്, നല്ല രസമുള്ള ക്വാർട്ടേഴ്സാണ്. ഓരോ വീടിനും ഓരോ നമ്പറാണ് അവിടെ. 1250 വരെ നമ്പർ. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, പക്ഷേ ആന്റണി ചേട്ടൻ്റെ മറന്നുപോയി വഴി. ലാസ്റ്റ് ഞങ്ങൾ അവിടെ എത്തി. ഹൽദി ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് നടന്നു. കുറച്ച് ഒരു ചുരുങ്ങിയ പേരെ ഉണ്ടാവും, അവർ ക്ഷണിച്ച കുറച്ച് റിലേറ്റീവും കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു കൊറോണൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച്. അത് കഴിഞ്ഞ് നല്ല ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷേ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആ കൂട്ടത്തിനിടയിൽ അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചു, കൊറോണയ്ക്കല്ലേ. എന്തായാലും നല്ല ടയർഡായി, സുഖമായിട്ടൊന്ന് കുളിക്കണം, നല്ല ചൂടുവെള്ളത്തിൽ ഫ്രഷ് ആയിട്ട് കുളിക്കണം, എന്നിട്ട് കിടന്നുറങ്ങണം. ഇനിയിപ്പോൾ നാളെ അവിടെ എന്തോ ഫംഗ്ഷനാണ്, നാളെ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്നല്ല. നമുക്ക് വ്ളോഗ് വണ്ടിയൊക്കെ ഓടുന്നുണ്ട് ഇവിടെ, പക്ഷേ വ്ളോഗിങ്ങിനും മറ്റു സംഭവങ്ങളെല്ലാം ലോക്ക് ചെയ്തിട്ടല്ലേ. നമുക്ക് ഈ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, നമുക്ക് നാളെ പോയി നോക്കാം അതുവരെ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് നൈറ്റ്.